കേരളം ഇന്ന് ഏറെ ചർച്ച ചെയ്ത ഒന്നാണ് സുപ്രഭാതം ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ. മലയാളത്തിലെ മിക്ക മാധ്യമങ്ങളും വാർത്തയാക്കിയ ആ എഡിറ്റോറിയൽ കേരളത്തിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയെ തുറന്നു കാണിക്കുന്നതാണ്. മതേതര കേരളത്തെ കത്തിക്കാൻ കാത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ മുതൽ സജി ചെറിയാൻ വരെയുള്ളവർക്കുള്ള താക്കീത് കൂടിയാണ് ഈ എഡിറ്റോറിയൽ. സംഘപരിവാർ പുറത്തുവിടുന്ന അതേ വിഷം വമിപ്പിക്കാൻ കേരളത്തിലെ CPM ഒരുങ്ങിയിറങ്ങരുതെന്ന് ഈ എഡിറ്റോറിയൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ തീക്കളി ചാമ്പലാക്കും മതേതര കേരളത്തെ എന്ന തലക്കെട്ടോടെ സുപ്രഭാതം എഴുതിയ ഈ നിലപാട് വായിക്കാത്തവർക്ക് വേണ്ടി ഞാനിവിടെ സമർപ്പിക്കുന്നു. അരുളൻ പനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിത് ജീവിതാരകം, അരുളില്ലതെങ്കിലസ്ഥി തോൽ സിരനാറുന്നൊരുടമ്പുതാനവൻ. ശ്രീനാരായണ ഗുരു എഴുതിയ വരികളാണിത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുതൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വരെയുള്ളവർക്ക് ബാധകമാണ് ഒരു നൂറ്റാണ്ടു മുമ്പ് അനുകമ്പാ ദശകത്തിൽ ശ്രീനാരായണ ഗുരു കുറിച്ച ഈ വരികൾ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സമയത്ത് മതേതര മലയാളിയെ തോൽപ്പിച്ച് തുടർഭരണത്തിന് കുറുക്കുവടി തേടുന്നവരും നാരായണ ഗുരുവിനെ ഓർക്കേണ്ട കാലം കൂടിയാണിത്. കരുണയും സ്നേഹവും അനുകമ്പയും വറ്റിപ്പോയവർ അസ്ഥിയും തോലുമായി ദുർഗന്ധം വമിക്കുന്ന ഉടൽ മാത്രമാകുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ മലയാളി കാണുന്നത്. മതവും സമുദായവും പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടാമെന്നും ആ വോട്ടിലൂടെ അധികാരം നിലനിർത്താമെന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ നേതാക്കളോ കരുതുന്നുണ്ടെങ്കിൽ അതിന് മതേതര കേരളം കനത്ത വില കൊടുക്കേണ്ടി വരും. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും ജയിച്ചു വന്നവരുടെ പേരെടുത്തു നോക്കൂ എന്ന് എങ്ങനെയാണ് ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്ക് മലയാളികളോട് പറയാൻ കഴിയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ വാതുറക്കുന്നതേ വർഗീയത വിളമ്പാനാണെന്ന് കുറച്ചു കാലമായി നമുക്കറിയാം. എന്നാൽ സജി ചെറിയാനെയും AK ബാലനെയും പോലുള്ള CPM നേതാക്കൾക്ക് ഇത്തരം വിഷം തിണ്ടൽ പരാമർശങ്ങൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ കയറി നിന്ന് ഇത്രയും ഉച്ചത്തിൽ പറയാൻ എവിടെ നിന്നാണ് ധൈര്യം കിട്ടുന്നത്? 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഉത്തരേന്ത്യയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള സംഘപരിവാർ നേതാക്കളും ഇതേ പ്രചാരണവുമായാണ് വോട്ട് തേടി ഇറങ്ങിയതെന്ന് ഓർക്കണം. തിരഞ്ഞെടുപ്പുകളിൽ പതിവായി ജയിച്ചു വരുന്നവരുടെ വേഷം നോക്കൂ എന്നാണ് മോദി മുമ്പ് പറഞ്ഞതെങ്കിൽ ജയിച്ചു വരുന്നവരുടെ പേര് നോക്കൂ എന്നാണ് കേരളത്തിലെ സാംസ്കാരിക മന്ത്രി ഇപ്പോൾ പച്ചയ്ക്ക് പറയുന്നത്. വിഷലിപ്ത പരാമർശം നടത്തുക വഴി സജി ചെറിയാൻ മണ്ണിട്ടു മൂടുന്നത് കൺമുന്നിലെ യാഥാർത്ഥ്യങ്ങളെയാണ്. സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ മലപ്പുറം ഒഴികെ ഒരിടത്തും പ്രസിഡന്റ് പദവിയിൽ മുസ്ലിങ്ങളില്ല എന്നത് സജി ചെറിയാന് അറിയില്ലേ? സംസ്ഥാനത്തെ 11 ലോക്സഭാ മണ്ഡലങ്ങളിൽ 30%-ലധികം മുസ്ലിം വോട്ടുകൾ ഉണ്ടായിട്ടും മലപ്പുറത്തും പൊന്നാനിയിലും വടകരയിലും ഒഴികെ മറ്റെവിടെയെങ്കിലും മുസ്ലിം MP മാരുണ്ടോ? സജി ചെറിയാന്റെ സ്വന്തം ജില്ലയായ ആലപ്പുഴയിൽ ഹരിപ്പാട്, കായംകുളം, ആലപ്പുഴ, അരൂർ മണ്ഡലങ്ങളിലെല്ലാം ഗണ്യമായ തോതിൽ മുസ്ലിം ജനസംഖ്യ ഉണ്ടെങ്കിലും MLA-മാരായത് മുസ്ലിങ്ങളല്ലല്ലോ. മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ചെങ്ങന്നൂരിനോട് ചേർന്ന് കിടക്കുന്ന ചടയമംഗലത്ത് 40%-ലേറെയാണ് മുസ്ലിം വോട്ടുകൾ. എന്നിട്ടും അടുത്ത കാലത്തൊന്നും ഒരു മുസ്ലിം MLA ഉണ്ടായിട്ടുണ്ടോ? പേരിലെ മതം പരതിയ സാംസ്കാരിക മന്ത്രി ഇക്കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നന്നാവും. കേരളത്തിലെ മക്ക എന്ന വിളിപ്പേരുള്ള പൊന്നാനിയിൽ P നന്ദകുമാറാണ് MLA. കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലുമൊക്കെ ജയിച്ചു വരുന്നവരുടെ പേരിലെ മതം പരതാൻ എന്തുകൊണ്ടാണ് സജി ചെറിയാൻ മടിക്കുന്നത്? ഇതൊന്നും അറിയാതെയാണോ സാംസ്കാരിക മന്ത്രി കേരളത്തെ ഹിന്ദുവെന്നും മുസ്ലിമെന്നും ക്രിസ്ത്യാനിയെന്നും പേര് നോക്കി വർഗീകരിക്കാൻ കൊപ്പുകൂട്ടുന്നത്? അങ്ങനെയെങ്കിൽ ഈ അസുഖത്തിന് മതിയായ ചികിത്സ വേണം. അതല്ലെങ്കിൽ ഈ വ്യാധി മതേതര കേരളത്തിന്റെ മനസ്സിലേക്ക് കൂടി പടരും. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളിലെ ഒരു കൂട്ടർ ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്നും മാറാടുകൾ ആവർത്തിക്കുമെന്നുമുള്ള CPM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രസ്താവനയും കുറച്ചുനാൾ മുമ്പാണ് കേരളം കേട്ടത്. CPM നേതാക്കളിൽ പലരും ഒരേ സ്വരത്തിൽ തുടരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് യാദൃശ്ചികമല്ലെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യമാകും. ജനാധിപത്യ രീതിയിൽ മത്സരിച്ച് ജയിക്കുന്നതിലും തോൽക്കുന്നതിലും ഒരന്തസ്സുണ്ട്. അതിനു പകരം മതത്തെ മറയാക്കി രാഷ്ട്രീയ നേതൃത്വം നടത്തുന്ന നെറികെട്ട പ്രചാരവേലകൾ മതേതര കേരളത്തിനോട് ചെയ്യുന്നത് കൊടും പാതകമാണ് എന്ന് പറയാതെ വയ്യ. തിരുവനന്തപുരത്ത് 3 ദിവസമായി നടന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചതിന് തൊട്ടുപിന്നാലെ മാധ്യമങ്ങളെ കണ്ട NSS SNDP നേതാക്കളാണ് കഴിഞ്ഞ ദിവസം വർഗീയ വൈര്യം വമിപ്പിക്കുന്ന പ്രസ്താവനകൾക്ക് തുടക്കമിട്ടത്. മണിക്കൂറുകൾക്ക് ശേഷം മന്ത്രി സജി ചെറിയാന്റെ വിഷം ചീറ്റൽ പ്രസ്താവനയും കേരളം ഞെട്ടലോടെ കേട്ടു. സമുദായ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകൾ യാദൃശ്ചികമല്ലെന്നതിന് പൊരുൾ തേടി പാഴൂർ പടിപ്പുര വരെ പോകേണ്ട കാര്യവുമില്ല. കേരളത്തിൽ ഹിന്ദുത്വ രാഷ്ട്രീയം വേരുറപ്പിക്കാൻ ശ്രമിച്ച കാലത്തൊക്കെയും ജീവൻ നൽകിയും അതിനെ ചെറുത്ത ചരിത്രമാണ് CPM-നുണ്ടായിരുന്നത്.
എന്നാൽ ആ പ്രതിരോധങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്യുന്ന നിലപാട് മാറ്റങ്ങൾ അടുത്ത കാലത്തായി ഇടതു കേന്ദ്രങ്ങളിൽ നിരന്തരം സംഭവിക്കുന്നത് ഭയാജനകമാണ്. സംഘപരിവാർ നേതാക്കൾ വമിപ്പിക്കുന്ന അതേ വിദ്വേഷ വാക്കുകൾ CPM നേതാക്കളിൽ നിന്നും സമുദായ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും കേൾക്കേണ്ടി വരുന്നത് വല്ലാത്ത ദുര്യോഗമാണ്. ഉത്തരേന്ത്യയിൽ പല രാഷ്ട്രീയ പാർട്ടികളും പരീക്ഷിച്ച് പരാജയപ്പെട്ട വഴിയാണ് കേരളത്തിൽ CPM പിന്തുടരുന്നതെങ്കിൽ തീർച്ചയായും നേർവഴിയല്ല അതെന്ന് നേതാക്കൾ തിരിച്ചറിയണം, തിരുത്തുകയും വേണം. അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കാലം കൂടി ആ പാർട്ടിയോട് കണക്ക് ചോദിക്കുമെന്ന് ഉറപ്പുണ്ട്. മതത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന രീതി ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഉചിതമല്ല. ഇന്ത്യ എന്ന മതേതര രാജ്യത്തോട് ചെയ്യുന്ന പാതകമാണത്.